അതിജീവിതയെ അധിക്ഷേപിച്ചെന്ന കേസിൽ റിമാൻഡിലായ രാഹുൽ ഈശ്വറിനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. സെൻട്രൽ ജയിലിലും രാഹുൽ നിരാഹാര സമരം തുടരും. 4-ാം പ്രതി സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷ വെള്ളിയാഴ്ചയാണ് പരിഗണിക്കുന്നത്. അതിജീവിതയെ സമൂഹമാധ്യമത്തിൽ അധിക്ഷേപിച്ച കേസിൽ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത രാഹുൽ ഈശ്വർ ജയിലിൽ നിരാഹാരം തുടരുന്നു. നിരാഹാരം തുടരുമെന്ന് ജയിൽ സൂപ്രണ്ടിന് എഴുതി നൽകിയതിന് പിന്നാലെ പൂജപ്പുര ജില്ലാ ജയിലിൽ നിന്ന് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് രാഹുലിനെ മാറ്റി. മുഴുവൻ സമയ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലായിരിക്കും രാഹുൽ ഈശ്വർ. ഇന്നലെ കോടതി ജാമ്യം നിഷേധിച്ചതു മുതൽ ചായയും വെള്ളവും മാത്രമാണ് രാഹുലിന്റെ ഭക്ഷണം. ജാമ്യത്തിനായി ഉടൻ തന്നെ മേൽക്കോടതിയെ സമീപിക്കുമെന്ന് ഭാര്യ ദീപ രാഹുലിനെ ജയിലിലെത്തി സന്ദർശിച്ച ശേഷം പ്രതികരിച്ചു. ഒരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലോ ഒന്നുമല്ല. ഇപ്പം ലോകം മുഴുവൻ, സമൂഹം മുഴുവൻ ഒരു വ്യക്തിയെ, ഇതിനകത്തിപ്പോൾ ഇര എന്ന് പറയുന്ന ഒരാളില്ല, 2 വ്യക്തികളാണ്. ഒരു വ്യക്തിയെ എല്ലാവരും കുറ്റം പറയുന്നു, മറ്റൊരു വ്യക്തി പറയുന്നതിനുള്ളിലും കള്ളമുണ്ട്, അതിനകത്തും തെറ്റായ ഫാക്ട്സ് ഉണ്ട് എന്നുള്ളത് തുറന്നു വിളിച്ച് പറഞ്ഞതിനാണല്ലോ ഇപ്പോൾ 2 ദിവസം ജയിലിൽ കിടക്കേണ്ടി വരുന്നത്. അപ്പം അതിനോടുള്ളൊരു പ്രതിഷേധം, നീതിക്ക് വേണ്ടിയുള്ള പ്രതിഷേധം. കേസിൽ 4-ാം പ്രതിയും KPCC ജനറൽ സെക്രട്ടറിയുമായ സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷ വെള്ളിയാഴ്ച പരിഗണിക്കും. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. സൈബർ അധിക്ഷേപ കേസിൽ രാഹുൽ ഈശ്വറിനായി അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.